പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ജലജ അബിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എടാ മോനെ, ഇനി നമ്മൾ പുറത്ത് നിന്ന് കളി കണ്ടാൽ മതി എന്ന് പറയാണ്. അപ്പോൾ അബിക്ക് കാര്യം മനസ്സിലാവുന്നില്ല. അമ്മ എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനും അനാമികയും അവളുടെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ കിടന്ന് ഓടിയതൊക്കെ നീയും അറിഞ്ഞതാണല്ലോ. അത് നവ്യയാണ് ഈ പണി പറ്റിച്ചത്, ഞങ്ങളെ ഇട്ട് ഇവിടെ വട്ടം കറക്കിയത്. അതുകൊണ്ട് തന്നെ അവളോട് ഇങ്ങനെ പ്രതികാരം ചെയ്യാനാണ് അനാമികയും അമ്മയും കൂടെ തീരുമാനിച്ചിട്ടുള്ളതെന്ന് പറയട്ടെ. അപ്പോൾ അവരെന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു, അവളുടെ വയറ്റിലെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളും ആഗ്രഹിച്ചതാണല്ലോ അവളുടെ വയറ്റിലെ കുഞ്ഞ് പോകണം എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നീ അവളെ നന്നായിട്ട് സ്നേഹിക്കണം എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് ഇരിക്കുന്ന അവൾക്ക് അതിന് മുന്നേ കൊടുക്കുന്ന ഒരു ചെറിയ ആശ്വാസമായിട്ട് അതിനെ കണ്ടാൽ മതി എന്ന് പറയാം കേട്ടോ. കുറേ നാളായിട്ട് നമ്മളെ ഇവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെയും നിൻ്റെയൊക്കെ കാല് കെട്ടിയിട്ട അവസ്ഥയിലല്ലേ നമ്മളിവിടെ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ താലിമാല പൂജിക്കാൻ വെച്ചപ്പോൾ ഞാൻ എടുത്ത് അവളുടെ അമ്മയുടെ ബാഗിൽ വെക്കുന്നത് അവരിങ്ങനെ മൊബൈലിൽ പകർത്തിയല്ലോ. അതുകൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അതുകൊണ്ട് നമുക്ക് മുന്നിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു ബോംബ് അവരുടെ കയ്യിലുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ അനാമികയും അമ്മയൊക്കെ അങ്ങ് ചെയ്തോളും എന്നൊക്കെ പറയാണ് കേട്ടോ. അതിന് മുന്നേ നിന്ന് അവളെ നന്നായിട്ട് സ്നേഹിക്കണം എന്നൊക്കെ പറയാണ്. ജലജ അങ്ങനെ പറയുമ്പോഴേക്കും അബിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ വലിയ നിരാശയായിരിക്കും കേട്ടോ. ഞാൻ എന്തായാലും അത് ആഗ്രഹിച്ചു പോയി എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യാണ് കേട്ടോ. അപ്പം അത് കേൾക്കുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, അത് നടപ്പിലാക്കുന്നത് ഞാനല്ല അവരാണ് എന്നൊക്കെ പറയണം. അനാമിക വിചാരിച്ച പോലെയൊന്നുമല്ല, നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല. അവൾക്ക് ദേഷ്യം കയറിയിട്ടുണ്ടെങ്കിൽ അവളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവൾ ഒരുത്തി മതി ഈ കുടുംബം മുടിപ്പിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളിടയ്ക്കൊന്ന് ചൂട് പിടിപ്പിച്ചാൽ മതി എന്നൊക്കെ പറയണം. എന്നാൽ പിന്നെ ഞാൻ അവളെങ്ങ് പോയി സ്നേഹിക്കാമെന്ന് പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നീട് നവ്യ ഇങ്ങനെ ഓറഞ്ച് എന്തോ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അബി റൂമിലേക്ക് വരുന്നത്. അയ്യോ മോളെ, നീ എന്താ കാണിക്കുന്നത്? ഞാൻ കളഞ്ഞു തരാം. രാത്രി ഓറഞ്ച് കഴിക്കുന്നത് വയറിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് അത് വാങ്ങിച്ചങ്ങ് പൊളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നവ്യ ഞാൻ തന്നെ പൊളിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അബി വേണ്ട, ഞാൻ തന്നെ പൊളിച്ചു തരാം എന്നൊക്കെ പറയണ്ട. അപ്പോൾ അബി പെട്ടെന്ന് ഇങ്ങനെ സ്നേഹം കാണിക്കുന്ന സമയത്ത് നവ്യയ്ക്ക് സംശയമാവുന്നുണ്ട്. നിനക്കെന്താ പെട്ടെന്നൊരു സ്നേഹം എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ എനിക്ക് സ്നേഹിക്കാൻ പാടില്ല എന്നൊക്കെ നവ്യ എന്നോട് തിരിച്ചും ചോദിക്കുന്നുണ്ട്. അബി സ്നേഹിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ ഇങ്ങനെ സ്നേഹിക്കാത്തവർ പെട്ടെന്ന് സ്നേഹിക്കുമ്പോൾ ആർക്കായാലും സംശയം തോന്നില്ലേ എന്നൊക്കെ പറയണം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് 41 ദിവസത്തെ വ്രതം എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം എനിക്കുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. ഞാൻ നിന്നെ നന്നായിട്ട് സ്നേഹിക്കും, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നീ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നാളെ നടത്തി തരുമെന്ന് പറയാം. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു അതെന്താന്ന്. അപ്പോൾ അതെന്താന്ന് എനിക്കറിയില്ല എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് 10 പവൻ്റെ ഒരു നെക്ലേസ് വേണം. അത് ഞാൻ നിന്നോട് മുൻപും പറഞ്ഞിട്ടുള്ളതല്ലേ, അതാണ് എൻ്റെ വലിയ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഈ സ്വർണ്ണമല്ലാത്ത വേറൊരു ആഗ്രഹവും നിനക്കില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിനക്ക് വലിയ ആഗ്രഹമില്ലായിരുന്നോ നിൻ്റെ വീട്ടിലേക്ക് എൻ്റെ കൂടെ പോകണം എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അത് എന്തായാലും നീ നാളെ രാവിലെ തന്നെ റെഡി ആയിക്കോ, നമുക്ക് ഒരുമിച്ച് നിൻ്റെ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട്. അപ്പോൾ നവ്യയ്ക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നവ്യ പറയുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ എന്തായാലും അത് വീട്ടിലേക്ക് വിളിച്ച് പറയാനൊന്നും പോകുന്നില്ല. ചിലപ്പോൾ നീ എന്നെ ഇങ്ങനെ നിരാശപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നതായിരിക്കും. നിൻ്റെ അമ്മ പറഞ്ഞു കാണും എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട്, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സംശയം പറയാണ് കേട്ടോ. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, നമുക്ക് നിൻ്റെ വീട്ടിലേക്ക് പോകാം, അവിടുന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നവ്യയ്ക്കാണെങ്കിൽ അത് വിശ്വാസമില്ലാത്തതുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ച് പറയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നവ്യ ഇങ്ങനെ സംശയം പറയുന്ന സമയത്ത് നിന്നെ ഒന്ന് സ്നേഹിക്കാമെന്ന് വിചാരിച്ചാലും നിനക്ക് അപ്പോഴും സംശയമാണല്ലോ. എന്തായാലും ഇത് നല്ലൊരു മാറ്റം തന്നെയാണ് എന്നൊക്കെ അബി അങ്ങ് പറയാനുണ്ട്. നിനക്കെന്നെ 100% വിശ്വസിക്കാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നവ്യ പറയുന്നുണ്ടായിരുന്നു, നീ പറയുന്നത് ഞാൻ വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എൻ്റെ അങ്ങനെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അബിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ 41 ദിവസം വ്രതം എടുത്തെന്ന് മല ചവിട്ടുന്നത് നിനക്ക് സൗന്ദര്യവും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ നവ്യ അബീനോട് പറയുന്നുണ്ടായിരുന്നു, അതിലൊരു തിരുത്തുണ്ട്, നമുക്ക് ആരോഗ്യമുള്ള കുഞ്ഞുണ്ടാവാൻ എന്ന് വേണം പറയാൻ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഈ അബിയുടെ സ്നേഹം കണ്ടിട്ടാണെങ്കിലും നവ്യയ്ക്ക് സംശയമാണല്ലോ. അത് നവ്യ അബീനോട് തന്നെ തുറന്നു പറയുന്ന സമയത്ത് അബി പറയുന്നുണ്ടായിരുന്നു, ഇതൊരു സ്ഥായി ആയിട്ടുള്ളൊരു മാറ്റം തന്നെയാണ്, അപ്പോൾ നീ എൻ്റെ മാറ്റം കണ്ടിട്ട് മാത്രം വിശ്വസിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നവ്യയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അബിയാണെങ്കിലും നവ്യനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ.
ഒരു ദേഷ്യത്തോടു കൂടിയൊക്കെ തന്നെയാണ് അബിയുടെ മുഖത്ത് എന്തോ ഒരു വെറുപ്പും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ നവ്യനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന സമയത്താണെങ്കിലും. പിന്നീട് ആദർശവും നയനയും ഉറങ്ങാൻ കിടക്കുന്നതാണ് കാണിക്കുന്നത്. രണ്ടുപേർക്കും ഉറക്കമൊന്നും വരുന്നില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നീട് ആദർശാണെങ്കിലും നയനയാണെങ്കിലും അവരിങ്ങനെ ഒരുമിച്ചുണ്ടായിരുന്ന ചില നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. പിന്നീട് അനീനെയാണ് കാണിക്കുന്നത്. അനി റൂമിൽ എന്തോ കവിത എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അനാമിക റൂമിലേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നീ ഇവിടെ വരച്ചും കുറിച്ചൊക്കെ ഇരുന്നോ, സ്വന്തം ഭാര്യേനെയും അവളുടെ അച്ഛനെയും അമ്മേനെയൊക്കെ മറ്റുള്ളവരിട്ട് വട്ടം കറക്കുന്ന കണ്ടിട്ട് നിനക്ക് വല്ല ഫീലിങ്സ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ആരാ ചെയ്തതെന്ന് അറിയാതെ ഇങ്ങനെ ആരെയും പഴി ചാരുന്നത് ശരിയല്ലല്ലോ, പ്രതിയാക്കുന്നു ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അത് ആരാ ചെയ്തതെന്നൊക്കെ പ്രതിയായവർ തന്നെ വിളിച്ച് പറഞ്ഞല്ലോ. എന്നിട്ട് ഇങ്ങനെ എൻ്റെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞത്. പിന്നെ എല്ലാവരെയും ചോദിച്ച സമയത്ത് അവരങ്ങ് അത് മാറ്റി പറയുകയും ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിലും എനിക്ക് ഈ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നൊന്നും അത്ര ഇഷ്ടമല്ല. അതുപോലെ തന്നെ നീ പറയുന്നത് കേട്ടിട്ട് നവ്യടത്തിനോട് അത് പോയി ചോദിക്കാനും എനിക്ക് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നവ്യടത്തി നിന്നെപ്പോലെ കുറച്ച് മുന്നേ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ഇപ്പം എന്തായാലും അവർക്ക് കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിങ്ങനെ ആര് പറയുന്ന ശരിയെന്ന് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്ട്. അതിൻ്റെ പേരിൽ രണ്ടുപേരും കൂടെ ഇങ്ങനെ വഴക്കാവുന്നുണ്ട്. പിന്നീട് അനി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്ന എനിക്ക് ഇഷ്ടമല്ലാന്ന്. അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, ഞാൻ വെറും ഒരു പെണ്ണല്ല നിൻ്റെ ഭാര്യയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ എന്തായാലും എനിക്കില്ല, നിനക്കും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കൂടെ നിൽക്കാത്തവരെ സ്നേഹിക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയും കേട്ടോ. ഓ അങ്ങനെയാണെങ്കിൽ നിൻ്റെ അമ്മ ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, അമ്മേനെ വിളിച്ചുകൊണ്ട് അമ്മയുടെ കൂടെ അങ്ങ് പോയിക്കോ, ഇങ്ങനെ ആരും ഇഷ്ടമില്ലാത്തവരൊന്നും ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, ആരെയും നല്ല മനസ്സുള്ളവർ മാത്രം ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ നിന്നെ ഇങ്ങനെ സ്നേഹിച്ച് കീഴടക്കി കല്യാണം കഴിച്ചതൊന്നുമല്ല, നീയാണ് എൻ്റെ പിറകെ നടന്ന് നിൻ്റെ കാര്യം നേടിയെടുത്തത്, നിനക്ക് ഈ അനന്തപുരിയിലേക്ക് വരണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇനിയിപ്പോൾ നീ ഇവിടെ സ്നേഹത്തിൽ കഴിയുന്നവരെ തമ്മിൽ തെറ്റിക്കാനാണ് നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിലും അനാമിക പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ മനസ്സിലിപ്പോഴും അവളായിരിക്കുമല്ലോ, പിന്നെ എങ്ങനെയാണ് നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിൻ്റെ ധാരണ തിരുത്താനൊന്നും എനിക്ക് എന്തായാലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനി അങ്ങ് പറയണം. അപ്പോൾ അനാമികയ്ക്കാണെങ്കിലും ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു. അനാമിക ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, ഇതിനുള്ള പണി അവൾക്ക് എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ, നീ അനുഭവിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുകയാണ് കേട്ടോ. പിന്നീട് അനാമികയും അമ്മയും കൂടെ രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ്. ആ സമയത്ത് വേണു അവരെ കാണാനായിട്ട് വരുന്നുണ്ടായിരുന്നു. വേണുവിൻ്റെ കയ്യിൽ എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അവളുടെ വയറ്റിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ കുഞ്ഞും പോവും, അതുപോലെ തന്നെ ഭയങ്കര വേദനയും ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. 2 ആഴ്ച ഇതിങ്ങനെ അകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ 2 ആഴ്ച കിടപ്പിലാവും എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതങ്ങ് കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ പറ്റിയ പോലെ അബദ്ധം പറ്റരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ രേവതി പറയുന്നുണ്ടായിരുന്നു, അവളുമാരിങ്ങനെ കാതും കണ്ണൊക്കെ കൂർപ്പിച്ചാണ് നടക്കുന്നത്, ഇങ്ങനെ എന്തെങ്കിലും പണി കിട്ടുന്ന അവർക്കും നന്നായിട്ട് അറിയാം, അതുകൊണ്ട് നല്ല സൂക്ഷിച്ചാണ് അവരും നടക്കുന്നത്, എന്തായാലും ഇത്തവണ അബദ്ധം പറ്റരുത് എന്നൊക്കെ പറയുമ്പോൾ വേണു പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ നിങ്ങളുടെ കയ്യിലാണെന്ന് പറയും കേട്ടോ. അപ്പം നയനയ്ക്കും കൂടി പണി കൊടുക്കണ്ടേന്ന് അനാമിക ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വേണ്ട, എന്തായാലും മൂത്തവൾ എല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വരട്ടെ, അപ്പോൾ അടുത്ത പണി നമുക്ക് അവൾക്ക് കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് അതൊക്കെ സംസാരിച്ച് വേണു അങ്ങ് തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രിയോടുകൂടി നവ്യയുടെ കാര്യം തീരുമാനമാക്കാനാണ് കേട്ടോ അവരുടെ ഉദ്ദേശം. അപ്പോൾ എന്തായാലും അതൊക്കെ പറഞ്ഞ് അവരങ്ങ് പിരിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അനാമികയ്ക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്താണെങ്കിലും. പിന്നീട് വേണു പറയുന്നുണ്ടായിരുന്നു, എന്തായാലും നമ്മളിങ്ങനെ അവരെ ഇതാക്കിയേ പറ്റുള്ളൂ, നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ. പിന്നീട് അന്ന് ആ മാല കിട്ടിയതുകൊണ്ടാണ് കുറച്ചെങ്കിലും പലിശക്കാരെ പിടിച്ച് നിർത്താൻ പറ്റിയത്, ഇനി മോള് കുറച്ചും കൂടി സ്വർണ്ണമൊക്കെ അച്ഛന് തരണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തരാം, എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് അനാമിക വേണുവിനോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് വേണു ആണെങ്കിലും നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ്. പിന്നീട് നവ്യയാണെങ്കിലും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, വീട്ടിലേക്ക് പോകാനാണ്. ആ സമയത്ത് അബി വന്നിട്ട് നവ്യനെ പിടിച്ച് ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യ പറയും, എന്താ ഈ കാണിക്കുന്നത്, മാലയൊക്കെ ഇട്ടതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വ്രതം തെറ്റിക്കാൻ മനഃപൂർവ്വം അയ്യപ്പൻ നോക്കുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ തരണം ചെയ്തിട്ട് എല്ലാം ഇതാക്കുന്നവനെ നല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാണ് കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ നവ്യ പറയുന്നുണ്ടായിരുന്നു, ഇന്നലെ രാത്രി നീ പറഞ്ഞതൊക്കെ രാവിലെ ഉണർന്നപ്പോൾ ഞാൻ വെറും സ്വപ്നമാണെന്നാണ് വിചാരിച്ചത് എന്നൊക്കെ പറയാണ് കേട്ടോ.
അപ്പോൾ എന്തായാലും നീ എൻ്റെ അമ്മായിയമ്മേനെ കണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടു എന്ന് അബി പറയുന്ന സമയത്ത് ഇനിയിപ്പോൾ ഇങ്ങനെ അമ്മേനെ കണ്ട സമയത്ത് മോൻ്റെ സ്വഭാവം മാറിയോന്ന് എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും എൻ്റെ സ്വഭാവം മാറില്ല എന്നൊക്കെ ഇങ്ങനെ അബി പറയാൻ കേട്ടോ. അബിക്ക് എങ്ങനെയെങ്കിലും നവ്യേനെ ഇങ്ങനെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെന്ന് ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ കള്ളങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ആദർശേട്ടനും നയനയും തമ്മിൽ സ്നേഹിക്കുന്നത് എന്തായാലും അമ്മായിക്ക് ഇഷ്ടമല്ല, അതിന് വേണ്ടിയിട്ടാണ് അവരുടെ ഹണിമൂൺ ട്രിപ്പ് പോലും മുടക്കിയത്. എന്നാലും ഇങ്ങനെ ആദർശേട്ടൻ നയനേനെ സ്നേഹിക്കുന്നത് കണ്ടില്ലേ, ഇനി അമ്മയുടെ ഉപദേശമൊന്നും കേട്ട് നീ എന്നെ ഇങ്ങനെ തള്ളിക്കളയരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് അതിന് മുന്നേ നവ്യ അബി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു കുഞ്ഞിൻ്റെ അച്ഛനാവാൻ പോവല്ലേ, അതിനുള്ളൊരു പക്വതയൊക്കെ ഞാൻ കാണിക്കേണ്ടേ എന്നൊക്കെ നേരത്തെ അവർ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നവ്യയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇന്നലെ നീ അമ്പലത്തിൽ പോയില്ലല്ലോ, ഇന്നെങ്കിലും അമ്പലത്തിലേക്ക് പോകണ്ടേ എന്നൊക്കെ പറയണം. അപ്പോൾ എന്തായാലും നവ്യയുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയാണല്ലോ, അപ്പോൾ ഇന്ന് വൈകുന്നേരം വരെ അവിടെ കഴിയാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം നിനക്കുള്ളതാണ്, ഇന്ന് മുഴുവൻ ഞാൻ നിൻ്റെ കൂടെ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോഴും നവ്യയ്ക്ക് ഭയങ്കര ഒരു സംശയവും കാര്യങ്ങളൊക്കെയാണ്, ഈ സ്നേഹം എന്നും ഇങ്ങനെ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു എന്നൊക്കെ നവ്യ മനസ്സിൽ ഓർക്കുന്നുണ്ട്. പിന്നീട് അബി നേരെ ജലജയുടെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ജലജ അങ്ങോട്ട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അവളെ സ്നേഹിച്ച് കൊല്ലുകയാണ്, എന്തായാലും ഇനിയിപ്പോൾ ഇന്ന് രാത്രിയോടുകൂടി അവളുടെ സന്തോഷമൊക്കെ പോകുമല്ലോ എന്ന് ജലജ പറയുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇനി എന്നെ സംശയിക്കുമോ എന്നുള്ള കാര്യമൊക്കെ അബി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നിൻ്റെ പേരിൽ സംശയം വരികയാണെങ്കിൽ നമ്മൾ യഥാർത്ഥ പ്രതികളുടെ പേര് അങ്ങ് തുറന്നു പറയുമെന്ന് പറയാണ് കേട്ടോ. അനാമികയുടെയും അമ്മയുടെയും പേര് അങ്ങ് പറയുമെന്ന് പറയാം കേട്ടോ. അമ്മ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നും ഇങ്ങനെ ചേച്ചിക്ക് ഇങ്ങനെ അനിയത്തിയാണല്ലോ പാല് കൊടുക്കുന്നത്, അപ്പോൾ അവളുടെ പേരിലേക്കാണ് കാര്യങ്ങൾ ഇടേണ്ടതെന്ന് പറയാം കേട്ടോ. അനിയത്തിനെയും ചേച്ചിനെയും തമ്മിൽ തെറ്റിക്കണം എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വേണുവിൻ്റെയും അനാമികയുടെയും എല്ലാവരുടെയും ഉദ്ദേശം അങ്ങനെ തന്നെയാണ് കേട്ടോ. അവരും സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ അനിയത്തിയാണ് ചേച്ചിക്ക് എന്നും പാല് കൊടുക്കുന്ന അറിഞ്ഞിട്ടാണ് വേണു ആ മരുന്ന് എന്തോ കൊണ്ടേ കൊടുത്തതെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരെയും തമ്മിൽ തെറ്റിക്കണം എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, മുൻപ് അവരങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴാണ് അവർ തമ്മിൽ ക്ലോസ് ആയതെന്നൊക്കെ പറയുമ്പോൾ എന്നാൽ പിന്നെ രണ്ടുപേരെയും അങ്ങ് ക്ലോസ് ആക്കാമെന്ന് വേണു ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അബിയുടെയും ജലജയുടെയും ഉദ്ദേശം അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ നയനേനെയും നവ്യേനെയും അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നാണല്ലോ രണ്ടിൻ്റെയും ജലജയുടെയും അബിയുടെയും മനസ്സിലുള്ളതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരിൽ രണ്ടുപേരെയും തമ്മിൽ അകറ്റാനുള്ള ഒരു പ്ലാനിങ് ആണ് കേട്ടോ. അപ്പം പിന്നീട് നവ്യേനെയും കൊണ്ട് അബി ഇങ്ങനെ നവ്യയുടെ വീട്ടിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ടും ഒരു സംശയവും അവർക്ക് ഉണ്ടാക്കരുത്, എന്തായാലും നമ്മളെ പറ്റിച്ച് അവളുടെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടല്ലോ, ഇന്ന് ഞങ്ങൾ ചെല്ലുന്ന കണ്ടിട്ട് അവരും അങ്ങ് സന്തോഷിക്കട്ടെ, പിന്നെ എല്ലാ സന്തോഷം പോവുമല്ലോ. പിന്നെ അബിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ മാമന്മാരും എല്ലാവരും മാലയിടുന്ന സമയത്ത് ഞാൻ മാറി നിൽക്കുമായിരുന്നു, എനിക്ക് ഈ വൃശ്ചിക മാസത്തിൽ രാവിലെ എണീറ്റ് കുളിക്കാനൊന്നും പറ്റില്ല, എന്തായാലും ഇത്തവണ ഞാൻ മല ചവിട്ടുന്നത് അവൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നവ്യയുടെ വയറ്റിലുള്ള കുഞ്ഞും പോവും, നവ്യയും ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള പ്രാർത്ഥനയിലാണ് കേട്ടോ ജലജയാണെങ്കിലും അബിയാണെങ്കിലും ഒക്കെ. പിന്നീട് അബിയുടെ കല്യാണമാണെങ്കിലും ഇങ്ങനെ ഒരു കോടീശ്വരീനെ കൊണ്ടൊക്കെ നടത്താനിരുന്നാണല്ലോ, അപ്പോൾ അതൊക്കെ മുടക്കിയിട്ടാണല്ലോ നവ്യ ഇങ്ങനെ അബിയുടെ ജീവിതത്തിലേക്ക് വന്നത്. അപ്പോൾ ആ വഴി തെറ്റി വന്ന അവളെൻ്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും കളഞ്ഞു തരണം എന്നാണ് ഇന്ന് മാലയിട്ട സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചതെന്നൊക്കെ അബി ജലജേനോട് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നീ അവളെയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയിക്കോ, അവൾക്ക് പരമാവധി സന്തോഷം കൊടുക്കുക എന്നൊക്കെ ജലജ അബീനോട് പറഞ്ഞ് അബീനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ദേവയാനിയാണെങ്കിലും സോഫയിൽ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ജയനും എല്ലാവരും ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഉറങ്ങുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇരുന്നപ്പോൾ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോകാൻ, നിനക്ക് നല്ല തളർച്ചയുണ്ട്, ഒരു ബോഡി ചെക്കപ്പ് ഒക്കെ നടത്താം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇന്നലെ രാവിലെ നേരത്തെ എണീറ്റ് ഇങ്ങനെ അമ്പലത്തിൽ പോയില്ലേ, അതിൻ്റെ ഒരു ക്ഷീണമാണ് എന്നൊക്കെ പറയുമ്പോൾ അജയൻ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയൊന്നല്ല, ഏട്ടത്തിക്ക് നല്ല വിളർച്ചയുണ്ട് എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ ഞാൻ പറയും, രാവിലെ ചായ കൊടുത്തപ്പോൾ അതും കുടിച്ചില്ല, ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു എന്ന് പറയട്ടെ. അപ്പോൾ അത് ഞാൻ കുടിച്ചോളാം, രാവിലെ തന്നെ നിൻ്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങിച്ച് കുടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്നിങ്ങനെ പറയട്ടെ. അത് കേൾക്കുമ്പോൾ ആദർശനും ഒക്കെ ഒരു വല്ലാതെ ആവുന്നുണ്ട്. പിന്നീട് അനി പറയുന്നുണ്ടായിരുന്നു, വല്യമ്മ എന്തിനാ എല്ലാത്തിനും ഇങ്ങനെ വാശി കാണിക്കുന്നത്, അമ്പലത്തിൽ വെച്ചിട്ടും ഇങ്ങനെ വല്യമ്മയ്ക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എന്ന് പറയൂട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അതിങ്ങനെ ശരീരത്തിൻ്റെ അല്ല മനസ്സിൻ്റെ ക്ഷീണമാണെന്നിങ്ങനെ, മനസ്സിന് സുഖമില്ലാഞ്ഞിട്ടാണെന്നിങ്ങനെ ദേവയാനി പറയുമ്പോൾ ആദർശനും അതിനെ മുഖത്തോട് മുഖം അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.